നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇക്കാലത്ത് നല്ല ഡിമാൻഡുള്ള തൊഴിൽ അവസരങ്ങളുള്ള രണ്ട് ടെക്നോളജികളാണ് ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസും. നമ്മൾ ഇതിനെക്കുറിച്ച് പല വീഡിയോകളിൽ അടുത്ത കാലത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചിലരൊക്കെ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. അപ്പം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ ഇതിനകത്ത് വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. എൻ്റെ പരിമിതമായ അറിവിൽ ഇക്കാര്യങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാൻ ശ്രമിക്കാം. ഓർക്കുക, ഈ ഡാറ്റ അനലിറ്റിക്സും ഡാറ്റ സയൻസും ഇത് രണ്ടും വലിയ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ്സ് തരുവാനായിട്ട് സഹായകരമായ രണ്ട് ടെക്നോളജികളുണ്ട്. അതായത് ഒരു ഡാറ്റ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുവാനായിട്ട് ഇത് സഹായിക്കും. ഇതിനെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസും മാത്രമേ നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഡാറ്റ സയൻസിൽ പ്രിഡിക്റ്റീവ് അനാലിസിസും കൂടി നടക്കും. അതായത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, എന്ത് സംഭവിക്കും എന്നും കൂടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ക്രിക്കറ്റിലൊക്കെ ഈ LBWനെ അപ്പീൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അപ്പീൽ ചെയ്യുമ്പോഴത്തേന് തേർഡ് അമ്പയറിൽ വിളിച്ചിട്ട് അവര് ബോൾ ട്രാക്കിംഗ് എന്ന ടെക്നോളജി ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ബോളിന്റെ മൂവ്മെന്റ് ക്യാമറകൾ ഒപ്പിയെടുത്തിട്ട് അത് എപ്രകാരമാണ് എന്ന് അവരെ കണ്ടെത്തും. അത് പാഡിൽ ചെന്ന് ഇടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, അത് ബോൾ മൂവ് ചെയ്യുന്നില്ല, പക്ഷെ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് അവർ കണ്ടെത്തുന്നു. അതിനെയാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പ്രെഡിക്റ്റ് ചെയ്യുവാണ്, ഈ പാഡിൽ ഈ ബോൾ ഇടിച്ചില്ലായിരുന്നെങ്കിൽ അത് വിക്കറ്റിലേക്ക് ഇടിക്കുമോ എന്ന് അവർ ബോൾ ട്രാക്കിംഗ് വെച്ച് കണ്ടെത്തും. അങ്ങനെ ഇടിക്കുവാണെങ്കിൽ അത് LBW. അപ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതും കൂടി കണ്ടെത്തുന്നതിനെയാണ് ഈ ഡാറ്റ സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഡാറ്റ സയൻസിലേക്ക് പോകുമ്പോൾ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടി പറ്റുന്നു. അതാണ് ഈ ഡാറ്റ സയൻസ് എന്നുള്ളത്. അപ്പോൾ അതൊരു ബ്രോഡർ സ്കോപ്പാണ്. അപ്പോൾ ഈ ഡാറ്റ സയൻസിനകത്ത് ഡാറ്റ അനലിറ്റിക്സ് ഉണ്ട്, അതുകൂടാതെ ഈ മെഷീൻ ലേണിംഗ്, ഡാറ്റ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകുന്ന ഒരു പഠനമാണ് ഡാറ്റ സയൻസ് എന്നുള്ളത്. അപ്പോൾ ഡാറ്റ അനലിറ്റിക്സ് എന്നുള്ളത് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. ഡാറ്റ സയൻസ് എന്നുള്ളത് കോംപ്ലക്സ് ആണ്. ഈ ഡാറ്റ സയൻസിൽ മാത്തമാറ്റിക്കൽ മോഡൽസ് ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ മാത്സിൽ ഒരല്പം സ്കില്ലൊക്കെ ഉള്ളവർ, സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഒരല്പം സ്കില്ലുള്ളവർ, അതേപോലെ അല്പം പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാവുന്നവർക്കായിരിക്കും കൂടുതൽ അനുയോജ്യം. എന്നാൽ ഡാറ്റ അനലിറ്റിക്സിൽ അത്ര വലിയ പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ സ്കില്ലൊന്നും ഇല്ലെങ്കിലും നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കുമൊക്കെ ഈ ഡാറ്റ അനലിറ്റിക്സിൽ ഒരുപക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനായിട്ട് കഴിയും. അപ്പോഴും ഓർക്കുക, ഈ ഡാറ്റ സയൻസിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് തുടക്കകാലത്തൊക്കെ ഒരു ഡാറ്റ അനലിറ്റിക്സ് മേഖലയിൽ നിന്നുള്ള ആളേക്കാൾ കൂടുതൽ ശമ്പളമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം കുറേയും കൂടെ ചലഞ്ചുള്ള, കുറേയും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള മേഖലകളിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഡാറ്റ അനലിറ്റിക്സിൽ ബിഗ് ഡാറ്റയെ, വലിയ ഡാറ്റ വോളിയമുള്ള ഡാറ്റയെ ആളുകൾക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കുവാൻ സഹായകമായ വിധത്തിൽ വിഷ്വലായിട്ട് നന്നായിട്ടൊന്ന് പ്രസന്റ് ചെയ്യുക ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ലെവലിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യുവാനും കൂടെ ഡാറ്റ സയൻസിൽ ഹെൽപ്ഫുൾ ആകും എന്നറിയുക. അപ്പം ടു സ്റ്റാർട്ട് വിത്ത്, ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഈ മേഖലയിലേക്ക് വരുന്നവരാണെങ്കിൽ തുടക്കത്തിൽ ഒരുപക്ഷെ ഡാറ്റ അനലിറ്റിക്സിന്റെ ബേസിക്സ് പഠിച്ചുകൊണ്ട് വരാൻ കഴിയും. പിന്നീട് അവർക്ക് ഈ മേഖലയിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡാറ്റ സയൻസ് പോലെയുള്ള മേഖലകളിലേക്ക് ഹയർ ലെവലിലെ പഠനങ്ങളിലേക്ക് പോകാൻ കഴിയും. അവർക്ക് ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റ അനലിറ്റിക്സ് കൂടി ഉൾപ്പെട്ടതാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും നമ്മൾ ഈ രണ്ട് വാക്കുകളെയും നമ്മൾ പൊതുവെ ഡാറ്റ സയൻസ് എന്ന് വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയുക. ഇനി ഈ ഡാറ്റ സയൻസ് പഠിക്കുവാനായിട്ട് എങ്ങനെ കഴിയും, അല്ലെ ഡാറ്റ അനലിറ്റിക്സ് ഒക്കെ എങ്ങനെ പഠിക്കുവാനായിട്ട് കഴിയും, അതിന് സഹായകരമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് സൂചിപ്പിക്കാം. ആ പ്ലാറ്റ്ഫോമിന്റെ പേര് ODIN സ്കൂൾ എന്നുള്ളതാണ്. മുൻപും നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ ODIN സ്കൂളിലൂടെ ഈ ഡാറ്റ സയൻസ് കോഴ്സൊക്കെ വിജയകരമായി പൂർത്തീകരിച്ച ഒട്ടനവധി കുട്ടികളെ ഇവരുടെ പ്ലാറ്റ്ഫോമിൽ കാണാനായിട്ട് കഴിയും. അവിടെ ഒരു അലൂമിനി സക്സസ് മീറ്റ് 2023 നടന്നത് ഇവിടെ കാണാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഇവരുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നാൽ ഈ കോഴ്സുകൾ പഠിച്ചുകൊണ്ട് മികച്ച കമ്പനികളിലെ ജോലിയിലേക്ക് എത്തിയ ഒരു വലിയ നിര സ്റ്റുഡൻസിനെ കാണാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ പലരും വളരെ മികച്ച തൊഴിൽ അവസരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്ന് മാത്രവുമല്ല, വളരെ മികച്ച ഒരു കസ്റ്റമർ റിവ്യൂ ലഭിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ODIN സ്കൂൾ എന്നുള്ളത്. എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 1200 ഗൂഗിൾ റിവ്യൂവിൽ 4.7
റിവ്യൂ ഇവർക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിൻ സ്കൂളിൽ ലഭ്യമായിരിക്കുന്ന ഈ ഡാറ്റ സയൻസ് കോഴ്സിന്റെ അത്യാവശ്യ വിവരങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ ഒരു കോഴ്സ് ഓൺലൈനിലൂടെ ആയിരിക്കും. എന്നാൽ റെക്കോർഡഡ് വീഡിയോസിലൂടെയല്ല, മറിച്ച് ലൈവ് ഇൻസ്ട്രക്ടർ ലെഡ് ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും ഈ പഠനം ലഭ്യമാവുക. 6 മാസം കൊണ്ട് ജോബ് റെഡിയാകാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊജക്ട് ബേസ് ലേണിംഗ് ആണ് ഇവിടെ നടക്കുക. പ്രൊജക്റ്റുകളിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ അവസരം കിട്ടും. അൺലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്താം എന്നാണ് ഇവരെ സൂചിപ്പിക്കുന്നത്. ഇവരുടെ ഈ സൈറ്റിലേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, വളരെ മികച്ച പേ പാക്കേജ് ആണ് ഇവിടെ കുട്ടികൾക്ക് ലഭ്യമാകുന്നതെന്ന്. ഒരു ആവറേജ് 8 lakh പെർ ആനും, ഹയസ്റ്റ് 35 lakh പെർ ആനും ശമ്പളങ്ങളിലേക്ക് ഇവിടെ പഠിച്ചവർക്ക് എത്താൻ കഴിഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ഈ കോഴ്സ് കൂടാതെ റെസ്യൂമെ ബിൽഡിങ്, പ്രൊഫൈൽ ബിൽഡിങ്, അതേപോലെ മോക്ക് ഇൻ്റർവ്യൂസ്, ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഈ ടെക്നിക്കൽ കോഴ്സിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ലഭ്യമാകും. 2 വർഷത്തേന് അൺലിമിറ്റഡ് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ഈ മേഖലയിൽ ലഭ്യമാകും എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഇവരുടെ കോർ മൊഡ്യൂൾസ് ഇവിടെ നൽകുന്നുണ്ട് ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. കൂടാതെ ബോണസ് ആയിട്ടുള്ള ഈ കോഴ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകും. അതേപോലെ കരിയർ ആക്സിലറേഷൻ സ്കിൽസും കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാകും. കോഴ്സിൽ പഠിക്കുന്ന കുറേ ടൂളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൈതൺ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, അതല്ലെങ്കിൽ അഷൂർ, ഇങ്ങനെ ഒട്ടനവധി എക്സലിൻ്റെ ഒക്കെ അഡ്വാൻസ്ഡ് ലെവൽ, അങ്ങനത്തെ കുറേ ടൂളുകളും ഒക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണെന്ന് പറഞ്ഞു. വിവിധ പ്രൊജക്റ്റുകൾ നിങ്ങൾ ഇൻവോൾവ് ആകാൻ സാധ്യതയുള്ളതൊക്കെ ഇവരുടെ സൈറ്റിൽ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു സാധാരണ പഠിക്കുന്നതിനേക്കാൾ ഓഡിൻ സ്കൂളിനുള്ള അഡ്വാൻറ്റേജസ് ഇവരുടെ സൈറ്റിൽ ഇവർ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോഴ്സിൻ്റെ ഫീ ഒന്ന് പരിശോധിക്കാം. ഓർക്കുക, അടുത്ത ബാച്ച് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുത്ത ബാച്ച് തുടങ്ങുന്നത് November 25-നാണ്. ഒരുപക്ഷെ നിങ്ങൾ പിന്നീടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാച്ച് ഇവരുടെ സൈറ്റിൽ പോയി മനസ്സിലാക്കുക. ഇതിൻ്റെ ഫീസ് 99,000 പ്ലസ് GST എന്നാണ് സൂചിപ്പിക്കുന്നത്. നല്ല 30,000 രൂപ വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാക്കും. അപ്പോൾ അവിടെ ഒരു ഫീസിൽ നല്ലൊരു റിഡക്ഷൻ ലഭ്യമായിട്ടുണ്ട്. അതുകൂടാതെ ഒരു സ്പെഷ്യൽ ഓഫറിൽ ഒരു 10,000 റുപ്പീസും കൂടി സേവ് ചെയ്യാനുള്ള മാർഗമുണ്ട്. ഞാൻ പിന്നീട് സൂചിപ്പിക്കാം. EMI ആയിട്ട് നിങ്ങൾക്ക് മന്ത്ലി ഈ പേയ്മെൻ്റ് ഒക്കെ നൽകാനായിട്ട് അവസരങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ഇതിനകത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ 10 ദിവസം വരെ നിങ്ങൾക്ക് ഇവരുടെ ബൂട്ട് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് കഴിയും. ഫുൾ ഫീ ഇവർ റീഫണ്ട് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം ഈ FAQയിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇവരുടെ ഈ സൈറ്റിൽ വന്നിട്ട് FAQയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ കാര്യങ്ങളെല്ലാം ഇവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഞാൻ മുൻപ് സൂചിപ്പിച്ചു, ഈ 30,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടും. അതുകൂടാതെ ഒരു അഡീഷണൽ ആയിട്ടൊരു 10,000 റുപ്പീസും കൂടി ഇവരൊരു ലിമിറ്റഡ് പീരീഡിലേക്ക് ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇവിടെ ഒരു ഫോം നൽകിയിട്ടുണ്ട്. ഈ ഫോമിൽ നിങ്ങളുടെ അത്യാവശ്യ ഡീറ്റെയിൽസ് നൽകി റിക്വസ്റ്റ് കോൾ ബാക്ക് എന്നടിച്ചാൽ ഇവരുടെ ടീമിൽ നിന്ന് ഒരു കോൾ ബാക്ക് ലഭ്യമാകും. അപ്പോൾ ഡേറ്റ സയൻസും ഡേറ്റ എഞ്ചിനീയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മാത്രമല്ല, അത് പഠിക്കുവാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കൂടിയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇതിനകത്ത് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇവരുടെ ടീമുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി തൃപ്തികരമാണെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോവുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള കരിയർ അറിവുകൾ അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.